ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സുകൾ ഇങ്ങനെ നോക്കി വരികയാണ്. ഇപ്പോൾ 18-ാം തീയതി വരെ നമ്മൾ കണ്ടു. നവംബർ 1-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 1-ാം തീയതി മുതൽ നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചു വരിക. നമ്മൾ 25-26 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ വരുന്ന 2025 വലിയ വലിയ പരീക്ഷകൾ. ഓക്കെ, അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമാണ്. നമ്മളുടെ ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതുമാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നവംബർ 1 തൊട്ടുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവംബർ 19-ാം തീയതിയിലെയും 20-ാം തീയതിയിലെയും കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. നമ്മൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ ഓരോ മന്ത്രിമാരെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും നോട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പുതിയ C&AG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിതനാകുന്നത് കെ സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ആര്? കെ സഞ്ജയ് മൂർത്തി. നമ്മുടെ മുൻ C&AG ഗിരീഷ് ചന്ദ്ര മുർമുവിന് പകരമായിട്ടാണ് കെ സഞ്ജയ് മൂർത്തി C&AG ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിതനാകുന്നത് ആരാണ്? കെ സഞ്ജയ് മൂർത്തി. ഇതൊക്കെ നമ്മുടെ പരീക്ഷകളിൽ വരുന്ന പ്രധാന പോയിന്റുകളാണ്, നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? കെ സഞ്ജയ് മൂർത്തി. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു വകയാണ്. കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് കേരളമാണ്. മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ പുരസ്കാരം നേടിയത് കേരളമാണ്. അതുപോലെ മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരവും നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ 2 പുരസ്കാരങ്ങൾ, മറൈൻ സംസ്ഥാനമായിട്ട് കേരളത്തെയും മറൈൻ ജില്ലയായിട്ട് കൊല്ലം ജില്ലയെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫിഷറീസ് പുരസ്കാരങ്ങളിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനും മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയ്ക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പുരസ്കാരവും നോട്ട് ചെയ്തോളുക. അതുപോലെ തന്നെ കൊല്ലത്തെ സംബന്ധിച്ച മറ്റൊരു വാർത്തയാണ്. രാജ്യത്തെ ആദ്യ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൊല്ലത്താണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഇതും നോട്ട് ചെയ്തോളൂ. അപ്പോൾ മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതും കൊല്ലത്തിനാണ്. രാജ്യത്തെ ആദ്യ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. നമ്മുടെ UN സെക്രട്ടറി ജനറൽ, നമ്മുടെ നിലവിലത്തെ UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. നിലവിലെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ കയറി വരുന്നൊരു പാർട്ടാണ്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതേപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മളിപ്പോൾ റെഗുലർ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 9 മണിക്കും രാവിലെ 6 മണിക്കും ഒക്കെ ആയിട്ട് റെഗുലർ കോഴ്സുകൾ 1 ഇയർ റെഗുലർ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് പരീക്ഷയ്ക്കും പറ്റുന്ന രീതിയിൽ ഫുൾ സിലബസ് എന്ന രീതിയിൽ ഒറ്റ കോഴ്സായിട്ട് കൊടുക്കുന്നതാണ്. രാവിലെ 9 മണിക്ക്, രാത്രി 6 മണിക്ക്. അതുപോലെ തന്നെ മറ്റൊരു ബാച്ച് ഇപ്പോൾ അടുത്ത മാസം ആരംഭിക്കുകയാണ്. വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ബാച്ച്, ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ 6 മാസം അല്ലെങ്കിൽ എന്നാണോ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നത് അന്ന് വരെ ആ ബാച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രിലിമിനറി പാസ്സാകുക എന്നാണ് ആദ്യത്തെ ഒരു കടമ്പ. അപ്പോൾ പ്രിലിമിനറി പാസ്സാകാനുള്ള എല്ലാം അവിടെ കിട്ടും. കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമ്മുടെ ഈ കോഴ്സിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഡിസംബർ ആദ്യത്തെ ആഴ്ചയിലൂടെ ആരംഭിക്കുകയാണ്. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്